വെൽക്കം ബാക്ക് ടു ലുലു വീക്കെൻഡ് അറേബ്യ. എല്ലാത്തരം ബിസിനസ്സുകളുടെയും ആഗോള കേന്ദ്രം അതാണ് ദുബൈ നഗരം. ഇവിടെ വിജയിച്ചവർ നിരവധിയാണ്. അതോടൊപ്പം തന്നെ കാലിടറി വീണവരും. പുതു സംരംഭകർക്ക് ബിസിനസ്സിൻ്റെ സാധ്യതകൾ പറഞ്ഞു കൊടുക്കാൻ നല്ലൊരു ഉദ്യമം ദുബൈയിൽ നടക്കുകയുണ്ടായി. അതേക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. ബിസിനസ് മേഖലയിലെ പുത്തൻ സൗഹൃദങ്ങൾക്ക് വേദിയൊരുക്കുക, പുതുകാലത്തിന്റെ ബിസിനസ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, അങ്ങനെ പല ലക്ഷ്യങ്ങളായിരുന്നു 99 ഐഡിയ ഫാക്ടറിയുടെ ശില്പികൾക്ക്. ദുബൈ നഗരത്തിൽ സമാപിച്ച ഒത്തുചേരൽ ആ ലക്ഷ്യങ്ങളിലേക്കുള്ള ഉറച്ച ചുവടുവെപ്പായിരുന്നു. അസാധാരണമായ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ. മീഡിയ വൺ ചാനലിന്റെ സഹകരണത്തോടെയായിരുന്നു ദുബൈ ഒത്തുചേരൽ. കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമായി വന്നെത്തിയ 400ഓളം ബിസിനസ് സംരംഭകർ. അവരുടെ ആശയ പ്രകാശന വേദി കൂടിയായി സംഗമം മാറി. വലിയൊരു കൂട്ടായ്മയുടെ വിജയം കൂടിയായിരുന്നു ഇത്. 17 പേര് അല്ലെങ്കിൽ 20 പേരടങ്ങുന്ന സാധാരണക്കാരായ ഒരു ടീം ഇത്രയും വലിയ ദുബായ് പോലുള്ള ഇത്ര വലിയൊരു നഗരത്തിൽ പോയിട്ട് അസാധാരണമായ തികച്ചും 12 മണിക്കൂർ 9 സെഷനുകളിലൂടെ നടത്തിയ ഒരു അപൂർവമായൊരു പ്രോഗ്രാം വളരെ വിജയകരമായി എന്ന് എല്ലാവരും പറയുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു എന്നുള്ളത്. UAE-യുടെ മുൻ സാമ്പത്തിക ഉപദേശക സമിതി അംഗം അഹമ്മദ് ഇബ്രാഹിം ഹമാദിയായിരുന്നു തുടക്കം കുറിച്ചത്. ഐഡിയ ഫാക്ടറി ചെയർമാൻ മഞ്ചേരി നാസർ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഡയറക്ടർ ഗിരീഷ് ദാമോദരൻ സ്വാഗതം പറഞ്ഞു. മീഡിയ വൺ CEO അബ്ദുൽ മജീദ് ബിസ് 17 മാഗസിൻ പ്രകാശനം ചെയ്തു. തുടർന്ന് പ്രമുഖരുടെ മേൽനോട്ടത്തിൽ പഠനകളരികളുടെ ഊഴം. പരിശീലകൻ സജീവ് നായരിലൂടെയായിരുന്നു അതിന്റെ തുടക്കം. ലൈഫ് കോച്ചിങ്ങിനൊക്കെ നമ്മൾ പലരും പോയി എൻറോൾ ചെയ്യാറുള്ളത്. റിയാസ് ഹിൽട്ടൺ, മുഹമ്മദ് ബഷീർ, KV ഷംസുദ്ദീൻ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. ബിസിനസ് രംഗത്തു നിന്നുള്ള PA ഇബ്രാഹിം ഹാജി, ഡോക്ടർ ഷബീർ നെല്ലിക്കോട്, സിദ്ദീഖ്, നെല്ലറ ഷംസുദ്ദീൻ എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. വിജയസാധ്യതയുള്ള നിരവധി പദ്ധതികൾ സംബന്ധിച്ച കൂടിയാലോചനകളും ബിസിനസ് ഒത്തുചേരലിന്റെ പ്രത്യേകതയായിരുന്നു. നിങ്ങൾ ദുബൈയിൽ വന്ന് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദുബൈയുടെ വിസ അടിച്ചാൽ ആ നിമിഷം മുതൽ നിങ്ങളൊരു ഗ്ലോബൽ സിറ്റിസനായിട്ട് മാറണം. മാത്രമല്ല ദുബൈയുടെ ബിസിനസ് സംസ്കാരം നിങ്ങൾ ആവാഹിക്കണം. എന്നാലേ ഈ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുതന്നെ രണ്ട് കൂട്ടരോടും പറയാറുള്ളത് കടം മേടിച്ച് ബിസിനസ് ചെയ്യരുത്. അത് നാശത്തിലേക്ക് പോകുള്ളൂ. ഈ സംരംഭം ഇവിടെ ഉള്ളത് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായത് എല്ലാ തരത്തിലുള്ള ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. മികച്ച ബിസിനസ് പ്രതിഭകളെ പുരസ്കാരം നൽകി ആദരിക്കാനും മറന്നില്ല ബിസ് 17. AK മുസ്തഫ, AK ഫൈസൽ, ഷഹീർ, സൂസൻ എന്നിവരാണ് ആദരം ഏറ്റുവാങ്ങിയത്. അബ്ദുള്ള S. അബ്ദുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഷംലാൽ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പുറം രാജ്യത്ത് 99 ഐഡിയ ഫാക്ടറി ഒരുക്കുന്ന ആദ്യ സംരംഭം കൂടിയായിരുന്നു ഇത്. ചെറിയൊരു തുടക്കം മാത്രമാണിത്. മാത്രമല്ല ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മാത്രമേ ആളുകൾക്ക് ഇങ്ങനെയും നടത്താൻ പറ്റും. ഇങ്ങനെയൊക്കെ പ്രോഗ്രാം നടത്തിയാൽ ഇത് ശരിയായ ആവശ്യക്കാരിലേക്ക് സംഭവം എത്തിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ചെറിയൊരു കാഴ്ചപ്പാടുണ്ടാക്കാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്തത്. മാത്രമല്ല ഇനി മുതൽ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്, അതായത് ഗവൺമെൻറ് തലത്തിൽ അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ നോർക്ക പോലെയുള്ള അങ്ങനത്തെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് ഇത് സംസാരിക്കാനും ഇത് കൂടുതൽ വിപുലപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഭാവിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. 99 ഐഡിയ ഫാക്ടറി ഒരുക്കിയ ബിസ് 15, പെപ്ടോക്ക്, ക്രൂയിസ് ഒത്തുചേരൽ എന്നിവയ്ക്ക് ലഭിച്ച വലിയ സ്വീകാര്യത തന്നെയാണ് ദുബൈയിലേക്ക് കൂടി ചുവടുവെക്കാൻ സംഘാടകർക്ക് പ്രേരണയായത്. വൈകാതെ യൂറോപ്പിലേക്കും മലയാളി സംരംഭകരുടെ യാത്ര ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ബിസ് 17ന്റെ പരിസമാപ്തി. ബിസിനസ് സാക്ഷരത ഏറെ അനിവാര്യമായ ഒരു കാലം. യാഥാർത്ഥ്യത്തിൽ അതിനോട് നീതി ചെയ്യാനുള്ള ഉദ്യമം കൂടിയായിരുന്നു ദുബൈയിൽ നടന്നത്. ലുലു വീക്കെൻഡ് അറേബ്യയിൽ ഒരു ഇടവേള കൂടി.